ഹീജുവും സയോണും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഒരു കടയുടെയൊക്കെ വെളിയിൽ നിൽക്കുകയായിരുന്നു അവരും. പക്ഷെ അവിടുത്തെ ഫുഡിനൊക്കെ നല്ല വില ആയതുകൊണ്ട് തന്നെ അത് മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സയോൺ നിൽക്കുന്നുണ്ടെങ്കിലും അവളും അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് അവനും എഴുതിയൊക്കെ കാണിക്കുകയാണ്. ഇതേ സമയത്തായിരുന്നു സാങ്വുവിന്റെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ സാങ്വുവും ഹീജുവും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സയോണും. ഹീജുവിന് ജോലിയൊക്കെ കിട്ടിയ കാര്യം സാങ്വു അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമുക്കൊന്നിച്ച് വൈനൊക്കെ കുടിക്കുവാനായിട്ട് എവിടേക്കെങ്കിലും പോയാലോ എന്നൊക്കെ സാങ്വു അവളുടെ അടുത്തേക്ക് ചോദിക്കുകയാണ്. അവളും പിന്നീട് ആകട്ടെ എന്നൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പിന്നീടത്തേക്കൊന്നും വെക്കണ്ട, ഇപ്പോൾ തന്നെ പോയേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്നൊരു നിർദ്ദേശമൊക്കെയാണ് അവന് മുന്നോട്ട് വെക്കുന്നത്. സോ ഇപ്പോഴാകട്ടെ 4 പേരും, അതായത് യൂറിയും കൂടി കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. എങ്ങനെയാണ് സയോണും ഹീജുവും ഒന്നിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സംശയത്തോടു കൂടി തന്നെ സംഘു ചോദിക്കുമ്പോഴത്തേക്കും ഇവളാകട്ടെ എനിക്ക് ഫുഡൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞങ്ങളും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സയോണും പറയുന്നു. അടുത്തതായിട്ടാകട്ടെ എന്തുകൊണ്ടാണ് യൂറിയും സംഘവും ഒന്നിച്ചൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചൊരു ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സൈറ്റൊക്കെ കാണുവാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇതേന്നൊക്കെ സംഘവും അറിയിക്കുന്നു. നീയും എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് യൂറി എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ ഇതുപോലെ എന്നെ കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്ന് സംഘു ചോദിക്കുമ്പോഴത്തേക്കും അതിന് മറുപടി പറയുവാനായിട്ട് സാധിക്കാതെയൊക്കെ സൺ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഹീജു ആകട്ടെ അതിനിടയ്ക്ക് ഇടപെടുകയാണ്. നീയും എന്റെ അടുത്ത് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുവാനായിട്ട് വന്നതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അതൊന്നും പറയാത്തതെന്നൊക്കെ ഹീജു ചോദിക്കുമ്പോഴത്തേക്കും നിനക്കാകട്ടെ പ്രസിഡന്റിന്റെ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നല്ലോ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു കാര്യമാണെങ്കിൽ പോലും നിന്റെ ഡ്രീം അതായിരുന്നില്ലല്ലോ എന്നൊക്കെ സംഘവും അവളോട് ചോദിക്കുന്നു. ഇപ്പോഴാകട്ടെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടമൊക്കെ കാണിക്കുന്നു. ഹിജുവും ആരാകണമെന്നാണ് ആഗ്രഹമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നിടത്ത് അനൗൺസർ എന്നൊക്കെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അങ്ങനെ അനൗൺസർ എന്ന രീതിക്കുള്ള അപേക്ഷകൾ കൊടുക്കുന്ന ആൾക്കാര് ഓരോ ഇടത്തേക്കാണ് അപേക്ഷ വെക്കുവാനായിട്ട് വരേണ്ടത്. അവളും അങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ട് അവിടെ അപേക്ഷയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരു കൗതുകമൊക്കെ തോന്നിയിട്ട് മുമ്പിൽ ഉണ്ടായിരുന്ന സിസ്റ്റം ഒക്കെ എടുത്തിട്ട് ഒന്ന് വർക്ക് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അവളും ഹെഡ്സെറ്റ് ഒക്കെ ചെവിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്നും പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. സോ അവളും ആ ഒരു പാട്ടൊക്കെ കേട്ട് വളരെയധികം എൻജോയ് ചെയ്തൊക്കെ അവിടെ നിൽക്കുകയാണ്. അതേസമയം ഈ അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്ന സ്റ്റുഡിയോയ്ക്ക് അകത്തിരുന്നിട്ടുണ്ടായിരുന്ന സാങ്വുവും ഈ ഒരു സൗണ്ട് എല്ലാം തന്നെ സ്പീക്കറിലൂടെ കേട്ടിട്ട് ഉറങ്ങിക്കിടന്ന അവനും എണീക്കുന്നു. അവനും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് നിന്ന് ഹീജു ഡാൻസ് ഒക്കെ ചെയ്യുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഹീജുവും സാങ്വുവിനെ കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഓഫ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓഫ് ചെയ്യുന്നതിന് പകരമായിട്ട് സൗണ്ട് ഒക്കെ കൂടുകയായിരുന്നു ചെയ്തത്. സോ സാങ്വുവും അവിടെ എത്തി അതെല്ലാം തന്നെ ഓഫ് ഒക്കെ ചെയ്യുന്നു. പിന്നീടാകട്ടെ അവരങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ആ ഒരു സീൻ അവിടെ കൊണ്ടൊക്കെ കട്ടുവാകുന്നു. നമ്മളാകട്ടെ ബ്രോഡ്കാസ്റ്റ് റൂമിലൊക്കെ പോയിരുന്ന് ഒന്നിച്ച് പാട്ടൊക്കെ കേട്ടത് നീ ഓർക്കുന്നുണ്ടോ എന്ന് സാങ്വുവും അവളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും ആകെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ വെച്ച് ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവർ ഫ്ലേർട്ടൊക്കെ ചെയ്യുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് യൂറിയും അവർക്കിടയിൽ ഒരു ലവ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എങ്ങാനും നിങ്ങൾ ഫ്ലേർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് സയോണും. അതല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്, അല്ലെങ്കിലും ഹിജു അനൗൺസർ ആകുവാനായിട്ടൊന്നും അല്ലല്ലോ അവിടെ പോകുന്നതെന്നൊക്കെ യൂറി കളിയാക്കിയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞ്, അവൾക്കെന്താ അനൗൺസർ ഒന്നും ആയിക്കൂടെ എന്നൊക്കെ സാങ്വുവും ചോദിക്കുകയാണ്. ഹീജോന് സംസാരിക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് മാത്രമായിരുന്നു യൂറിയും അവൾക്ക് അനൗൺസർ ആകുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാങ്വു ഇങ്ങനെ ചോദിക്കുകയും ഹീജു വിഷമിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും യൂറിയും നിനക്കും അനൗൺസർ ആകുവാനായിട്ടായിരുന്നു ആഗ്രഹം, എനിക്കതൊന്നും അറിയിക്കില്ലായിരുന്നു, എന്തായാലും നിനക്കും അതിനൊക്കെ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഹീജോന് അനൗൺസർ ആകുവാനായിട്ടായിരുന്നു ആഗ്രഹം എന്ന രീതിക്കൊക്കെ സാങ്വു സംസാരിക്കുമ്പോഴത്തേക്കും സയോണാകട്ടെ അവൾക്ക് പ്രസിഡന്റ് ഓഫീസിലൊക്കെ ജോലി കിട്ടിയിരിക്കുകയാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവർ തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഹീജുവും ശ്രമിക്കുന്നുണ്ട്. പണ്ട് എനിക്കൊരു അനൗൺസർ ആകുവാനായിട്ടായിരുന്നു ആഗ്രഹം, പക്ഷെ ഇപ്പോഴാകട്ടെ എനിക്ക് പ്രസിഡന്റിന്റെ ഓഫീസിലൊക്കെ ജോലി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നും പറഞ്ഞിട്ട് അവളും അവിടെ നിന്നും ഇറങ്ങിയൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇനയുടെ ഒരു മെസ്സേജ് ഒക്കെ അവൾക്കും വരുന്നത്. കണ്ടിട്ട് കുറെ ആയല്ലോ, നിനക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ആയിരുന്നു ഇനിയും ചോദിക്കുന്നത്. കുറെ നേരമായിട്ട് ഹീജുനെ കാണാതാകുമ്പോഴത്തേക്കും അന്വേഷിച്ചു പോകാമെന്നൊക്കെ സംഗു വിചാരിക്കുന്നുണ്ട്. പക്ഷെ സംഗു എണീക്കുവാൻ തുടങ്ങുന്നത് കാണുന്ന സയോണും അന്വേഷിക്കുവാൻ പോകുവാനായിട്ടൊക്കെ നിൽക്കുന്നു.
പക്ഷെ ആ ഒരു കാരണമൊക്കെ പറയുവാനായിട്ട് മടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം ഒക്കെ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനും അവിടെ നിന്നും പോകുന്നു. പക്ഷെ അവൻ ശരിക്കും ഐസ്ക്രീം മേടിക്കുവാനായിട്ട് പോയതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന യൂറി ആകട്ടെ അവൾക്ക് വേണ്ട ഫ്ലേവർ പോലും പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. സയോൺ അങ്ങനെ വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ചേച്ചിയും അനിയത്തിയും കൂടി സംസാരിച്ച് നടന്നു പോകുന്നതൊക്കെ അവന്റെ ശ്രദ്ധയിലും പെടുകയാണ്. സോ അവനും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഓർക്കുന്നു. സയോണും കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ട്യൂഷൻ എടുക്കുവാനായിട്ട് അവരുടെ വീട്ടിലൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെവിയൊന്നും കേൾക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹീജു ആണ് സയോൺ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് എഴുതിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിനക്ക് ചെവിയൊന്നും കേൾക്കുവാനായിട്ട് സാധിക്കാത്തതല്ലേ, അതുകൊണ്ട് തന്നെ നിനക്ക് വല്ല ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്തൂടെ, അതല്ല എങ്കിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചൂടെ എന്നൊക്കെ ആയിരുന്നു സയോണും ഇനയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സയോൺ പറയുന്ന കാര്യങ്ങൾ ആയിരുന്നില്ല, മറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു എനിക്ക് ഹിജു എഴുതിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സയോണും ഒത്തിരിയേറെ ചോദ്യങ്ങളൊക്കെ എനിക്ക് ചെയ്യുവാനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും അതെല്ലാം ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് ഉറക്കമൊക്കെ തൂങ്ങുന്നതായിരുന്നു സയോണും പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത്. നീ ഒന്നും കൂടി ഇതൊക്കെ തന്നെ ചെയ്യ. നീ ഇനിയെങ്ങാനും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ വരുത്തുകയാണെങ്കിൽ നിന്റെ തലവഴി ഞാൻ വെള്ളമൊക്കെ കോരി ഒഴിക്കുമെന്നൊക്കെ സയോൺ പറയുമ്പോഴത്തേക്കും, നീ ഒന്നും കൂടി ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുക, നിനക്ക് നന്നായി തന്നെ ഇതൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നായിരുന്നു ഹീജുവും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന സയോൺ ആകട്ടെ ആ ഒരു പേപ്പറൊക്കെ മേടിച്ച് വായിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ സയോൺ പറയുന്ന കാര്യങ്ങൾ ആയിരുന്നില്ല, മറിച്ച് അവളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടൊക്കെ ആയിരുന്നു ഹിജു ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യം എല്ലാം തന്നെ സയോൺ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ നിന്നും ഹീജും സയോണെ കോൾ ചെയ്യുന്നത്. അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ട്രക്കൊക്കെ ഇവർക്കിടയിലായിട്ട് വന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും പരസ്പരം കാണുന്നില്ല. നീ എങ്ങാനും ഹീജുന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവൾ സംസാരിക്കാത്തതെന്ന് നിനക്കറിയാമോ? ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതിന് ശേഷമാകട്ടെ ചെയർമാന്റെ മൂത്ത മകളുടെ കേൾവിശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളും ഒരിക്കൽ പോലും ഹിയറിംഗ് എയ്ഡ് വെക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അവൾക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കുവാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും ഹിജുവിനെ കൂടെ കൂട്ടുമായിരുന്നു. ഹിജു ആകട്ടെ ഓരോ ആൾക്കാരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ എഴുതിയിട്ടാണ് ഇനെ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നത്. സയോണും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആയിരുന്നു ഹിജുവിന്റെ സഹോദരൻ ആക്സിഡന്റിൽ മരിച്ചതാണ്, ഹിജുവിന്റെ സഹോദരിയുടെ കേൾവി ശക്തിയൊക്കെ നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കെ ഹീജുവിന് ഒന്നും തന്നെ സംഭവിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവൻ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയർമാന്റെ സ്വന്തം മക്കൾക്ക് കേൾവിശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതേ വീട്ടിലൊക്കെ താമസിക്കുന്ന ഹീജുവിനോട് സംസാരിക്കരുതെന്ന് ആരോ ഫോഴ്സ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ മറ്റൊരു റീസണും എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ അവനും പറയുന്നു. നിനക്ക് ഹീജുവിനെ ഉപേക്ഷിക്കുവാൻ താല്പര്യമില്ലെന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ തിരിച്ചു വരികയാണെങ്കിൽ നീ അവളെ ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ ഹീജു ചോദിക്കുമ്പോഴത്തേക്കും, വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്റെ തീരുമാനം മാറുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള റീസൺ ഒക്കെ പറയുവാനായിട്ട് നിൽക്കുകയായിരുന്നു സയോണം. എനിക്ക് ഹീജുവിന്റെ അടുത്ത് ശരിക്കുമുള്ള ഫീലിങ്സ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുവാനായിട്ട് തുടങ്ങി നിൽക്കുമ്പോഴത്തേക്കും റോഡൊക്കെ ക്രോസ് ചെയ്യുവാനായിട്ടും അവൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേ സമയത്ത് ഇവരുടെ ഇടയിലുണ്ടായിരുന്ന ട്രക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഹീജുവിനും സയോൺ നടന്നു വരുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു വണ്ടിയൊക്കെ അവൻ ഇടിക്കുവാനായിട്ടും തുടങ്ങുന്നു. അപ്പോഴാകട്ടെ അവന്റെ പേരൊക്കെ വിളിച്ച് ഓടി വരുന്ന ഹീജുവിനെ ആയിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഹീജുവും അവനെ പിടിച്ചു മാറ്റുന്നത് കൊണ്ടാണ് അവനും രക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.